നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അലോക് അനുസരയോട് പറയുന്ന കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവിക്ക് സഹിച്ചില്ല. അത് മാത്രമല്ല, ധർമ്മനോടൊക്കെ ദേഷ്യത്തിലാണ് അലോക് സംസാരിക്കുന്നത്. അതെ, അലോക് കളി തുടങ്ങിയിട്ടുള്ളൂ, ഇനി കാണിച്ചു തരാന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, എടാ അലോകെ, നീ കൂടുതൽ കിടന്ന ആളാവണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഞാൻ ഇനി കളിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ, ഇനിയിപ്പം കൊച്ചച്ഛനൊക്കെ അത് കാണാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്ക് ശ്രീദേവിക്ക് ദേഷ്യം വന്നു. ശ്രീദേവി പറഞ്ഞു, അലോകെ, മര്യാദയ്ക്ക് സംസാരിക്കണം നീയാ. അതെ, എനിക്ക് ഇത്തിരി മര്യാദ കുറവാ, ഞാനിനി ഇങ്ങനെ സംസാരിക്കുള്ളൂ. അതെ, മര്യാദയ്ക്ക് പെരുമാറിയ നിനക്കുള്ള അലോകെ. പിന്നെ ഇല്ലെങ്കിൽ എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? ഈ നിൽക്കുന്നുണ്ടല്ലോ എന്റെ ഭാര്യ, ഇവളോട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പെരുമാറും. അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീദേവിയോട് ദേഷ്യപ്പെടുവാണ് അലോക്. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, അങ്ങനെ എന്തേലും ആയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നീ വിവരം അറിയൂന്ന് പറഞ്ഞു. പിന്നെ വിവരം അറിയും പോലും. പിന്നീട് അനുസരോട് പറഞ്ഞു, ഇങ്ങോട്ട് വാടി, എന്ത് നോക്കിക്കൊണ്ടിരിക്കുവാന്ന് പറഞ്ഞു കയ്യെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും ബാലനൊക്കെ വല്ലാതെ തകർന്നു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവള് വായി നോക്കി നിൽക്കുന്നു എന്നും പറഞ്ഞു വലിച്ചടിച്ചാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുമോ? ഇത്രയും നാളും കണ്ടില്ലേ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ടു വന്ന മോളെയാണ് ഒരു നിമിഷം അലോക് കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നേ. ശ്രീദേവിയൊക്കെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല. കാരണം അനുവിന്റെ മാനസിക വിഷമം എത്രയാന്ന് മനസ്സിലായി. അനുവിനൊന്നും പറ്റാത്ത നിസ്സഹായ അവസ്ഥയാന്നും അറിയാം. അങ്ങനെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോണ സമയത്ത് ബാലൻ അവിടെ തളർന്ന കസേരയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എന്നാലും ഇവനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ആ പാവം പിടിച്ച പെങ്കൊച്ച് എന്തിനാ ഇറങ്ങിപ്പോയെന്നാ ഞാൻ ഓർക്കുന്നേ. ധർമ്മം പറഞ്ഞു, ശരിക്കും പറഞ്ഞ അവന്റെ കാരണത്തിന് എനിക്ക് രണ്ടെണ്ണം പൊട്ടിക്കാനാ തോന്നിയത്. പിന്നെ ഞാൻ അനുവിനെ ഓർത്ത് മാത്രം ഒന്നും ചെയ്യാതിരുന്നേ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, പാവ അനു, അവൾക്കൊന്നും മേലാത്ത അവസ്ഥയാന്ന് തോന്നേ. എന്തിനാ അനു ഇറങ്ങിപ്പോയെന്ന് മാത്രം മനസ്സിലാകാത്തെ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചതികളുണ്ടെന്ന് തോന്നും മാമ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ധർമ്മം പറഞ്ഞു, എന്ത് പറയാനാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്രേമം തലയ്ക്ക് മൂത്തിറങ്ങി പോയതല്ലേ, ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും വേണ്ടിയിരുന്നില്ല എന്ന്. ശ്രീദേവി പറഞ്ഞു, 95% മാർക്കുണ്ട് അനുവിന്. ഒരു പക്ഷേങ്കിൽ അവളിന്ന് തുടർന്ന് പഠിക്കുമായിരുന്നെങ്കിൽ ഇനിയിപ്പം അലോക് തുടർന്ന് പഠിപ്പിക്കും തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അലോകിന്റെ കൂടെ കൂടിയത് തന്നെ അവളുടെ ജീവിതം നശിക്കാനാന്ന് തോന്നേ. രാമേട്ടൻ പറഞ്ഞു, ശരിയാ, നല്ലൊരു പെങ്കൊച്ചായിരുന്നു, പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണ്ട. പക്ഷെ ആ സമയത്ത് ഇനിയിപ്പൊ എന്താവാനാ, എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞപ്പോ ബാലിന് സഹിച്ചില്ല. ബാലിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടുകയൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. അനുവിന്റെ കാര്യത്തിൽ ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അനുവിന് നല്ലൊരു ജീവിതം കിട്ടും. അനു സ്വന്തമായിട്ടെടുത്ത തീരുമാനമല്ലേ, അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമായിരിക്കും. അച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരുന്നോണ്ട് വല്ലതും ആയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാലിനാണ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ ഒരു IAS ആക്കണമെന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഇത്രയും പഠിപ്പിച്ചത്. പക്ഷേങ്കിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി. ആ സമയത്ത് അനു ദേഷ്യത്തോടെ അലോകിനോട് പറഞ്ഞു, അലോക് എന്ത് പരിപാടിയാ കാണിച്ചേ? അലോക് ഇങ്ങനെയാണോ അലോക് പെരുമാറുന്നേ? എൻ്റെ അച്ഛനും ഏട്ടത്തിക്കും മാമനും ഒക്കെ എത്ര വിഷമമായെന്നറിയോ? ആവട്രി, അവർക്ക് വിഷമാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാണിച്ചത്. ആ സമയം അനു പറഞ്ഞു, ദേ അലോകെ, വെറുതെ അഭ്യാസം കാണിക്കരുത് കേട്ടോ. എന്റെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല. നിനക്ക് സഹിക്കില്ല എന്ന് എനിക്കറിയാം. അതിനു വേണ്ടി തന്നെയാ നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ? സ്വന്തമായിട്ട് എടുത്ത് ആ താലി കഴുത്തിലേക്ക് ഇട്ട് എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നെ ഭരിക്കാന്നും എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാന്ന് കരുതിയോ? ഇപ്പം മനസ്സിലായില്ലേ അതൊന്നും നടക്കില്ലാന്ന്. അതൊക്കെ വെറും തോന്നല് മാത്രമാന്ന്. അത് കേട്ടപ്പോ അനു പറഞ്ഞ്, കളിക്കരുതല്ലോ. ഓക്കെ, കളിച്ചാ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചോണ്ട് അനുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. ദേ, ഇനി മര്യാദയ്ക്ക് നീ വലിയ ആള് കളിച്ചോണ്ടല്ലോ, നിന്റെ കയ്യെ പിടിച്ച് വലിച്ച് ആ ബാലിന്റെ മുന്നിലേക്ക് കൊണ്ടിട്ട് അവിടെ ഇട്ട് നിന്നെ ഞാൻ തല്ലും, കാണണോടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനുവിന് ദേഷ്യ സങ്കടം വന്നു. അനു പറഞ്ഞു, അലോക് കയ്യെന്ന് വിട്ടില്ല, നീ എന്ത് ചെയ്യോടെന്ന് ചോദിച്ചു. നടുറോട്ടി വെച്ചാണ്. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരന് അവിടേക്ക് വന്നത്. പോലീസുകാരൻ കണ്ടു അനുവിന്റെ കയ്യെ മുറുക്കെ പിടിച്ച് അലോക് അങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. പെട്ടെന്ന് അയാൾ അങ്ങോട്ട് വന്നു. അലോക് ഒരു നിമിഷം മതിരിപ്പോയി. എന്താടോ, നടുറോട്ടിലാണോ തന്റെ ഗുണ്ടായസം? ഇതാരാന്ന് ചോദിച്ചു. എന്റെ ഭാര്യയാണ് ആളോട് ഇങ്ങോട്ട് പെരുമാറുന്നേ. താനിക്കൊരു മനുഷ്യനാണോ? നടുറോട്ടി വെച്ചാണോ? എന്താ വെച്ചേ, എന്താ പ്രശ്നം എന്താ? ഒന്നുമില്ല സാറേ. അതെ, നിങ്ങളെ പോലെയുള്ള പെൺകുട്ടികളാ ഇവന്മാരെ പോലെ ഉള്ളവന്മാരെ വളർത്തിവിടുന്നേ. ഇങ്ങനെ നടുറോട്ടി വെച്ച് കൈ പിടിച്ചു കഴിയുമ്പത്തേനും തിരിച്ച് പ്രതികരിക്കാൻ പറ്റണം. ഭാര്യയൊക്കെ ആയിരിക്കും, കഴുത്തിലൊരു താലി വീണെന്ന് കരുതിയിട്ട് ഇവന്മാരുടെയൊക്കെ തോന്നിയാസത്തിന് നിന്നു കൊടുക്കരുത്.
പിന്നീട് ചോദിച്ചു, എന്തിനാടാ ആ പെങ്കൊച്ചിനെ കയ്യെ പിടിച്ച് വലിക്കുന്നത്? അല്ല അത് പിന്നെ സാറേ ഞാൻ ദേ മര്യാദയാണ് മര്യാദ, പറഞ്ഞു കേട്ടല്ലോ. നടുറോട്ടി നിന്റെ ഗുണ്ടായുസൊന്നും വേണ്ട. നടുറോട്ടി ഇങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ എങ്ങനെയായിരിക്കും? നിന്റെ കാറിന് പഠിച്ചൊരെണ്ണം തന്നാണ്ടല്ലോ. ദേ കൊച്ചെ, നിനക്ക് എന്തേലും പരാതി ഉണ്ടോന്ന് ചോദിച്ചു. അലോകിനെ അനുവൊന്ന് നോക്കി. ഉണ്ടെങ്കിൽ ഇപ്പൊ പറ, ഇവനെ കൈയോടെ തൂക്കി എടുത്തോണ്ട് പൊയ്ക്കോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനു പറഞ്ഞു, ഏയ് വേണ്ട സാറേ, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. ആ എടാ, ഈ പെങ്കൊച്ചു പറഞ്ഞോണ്ട് മാത്രം നീ പോന്നു, ഇല്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ നിന്നെ തൂക്കി എടുത്തോണം ഞാൻ പോവും. നാട്ടിലോട്ട് നിന്റെ അഭ്യാസം മര്യാദയ്ക്ക് പോടാ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. അലോക് ശരിക്കും നാണം കിട്ടു. അലോകിന് വയറ് നിറച്ച് കൊടുത്തു ആ എസ് ഐ. അപ്പോഴേക്കും അനു പറഞ്ഞു, എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് പറയണേ, ഞാൻ തന്നില്ലേലും ദൈവം ഉടനടി ശിക്ഷ വന്ന് കണ്ടോന്ന് ചോദിച്ചു. അലോകിന് ദേഷ്യ സങ്കടമായി. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു, ഇതിനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വാ, ഞാൻ തരാം. എന്റെ വീട്ടുകാരെ എല്ലാരും നോവിച്ചിട്ടാണ് ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? അതൊക്കെ വെറും തോന്നല അലോകെന്ന് പറഞ്ഞു. ആ സമയത്ത് മീനാക്ഷി ഗോമതിയെ വിളിച്ചു. ഗോമതിയെ വിളിച്ച് കഴിയുമ്പോൾ ഗോമതിക്കാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അനുവിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. അപ്പം മീനും റിസൾട്ട് നോക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നോട് വിളിച്ച് റിസൾട്ട് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാലും നെഞ്ചിനകത്തൊരു പിടപ്പാണ്. ദൈവമേ, എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഓർത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവളൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോഴേക്കാണ് മീനിന്റെ കോള് വരുന്നത്. മീനെ വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് പറഞ്ഞു, അമ്മേ അനുവിന്റെ റിസൾട്ട് വന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കോമതി പറഞ്ഞു, എനിക്ക് ആരുടെ റിസൾട്ട് ഒന്നും കേൾക്കണ്ട, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ വേണ്ടെങ്കിൽ വേണ്ട, ഞാനങ്ങോട്ട് പറയുന്നില്ലെന്ന് പറഞ്ഞു. കോമതിക്ക് ടെൻഷനായി, ഇനി ഇവള് പറയത്തില്ലേ. പെട്ടെന്ന് കോമതി പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം, അമ്മയ്ക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്ന്. അവള് ജയിച്ചിട്ടുണ്ട്, 95% മാർക്കുണ്ട്. കോമതിക്ക് ഭയങ്കര സന്തോഷമായി. പാവം തന്റെ മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അലോകിനെ പോലുള്ള ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ. പെട്ടെന്ന് കോമതി പറഞ്ഞു, എനിക്ക് നല്ല തിരക്കുണ്ട്, കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. മീനൊരു മനസ്സിലായി. കോമതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ല. ഒരു പക്ഷെ അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഉത്സവമാക്കി മാറ്റിയേനാം. സ്വീറ്റ്സും കാര്യങ്ങളും കേക്ക് കട്ട് ചെയ്തെല്ലാം നടന്നേനാം. ബാലേട്ടൻ അടങ്ങിയിരിക്കില്ലായിരുന്നു. കാരണം ബാലേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവളെ പഠിപ്പിച്ചൊരു IAS ആക്കാന്നുള്ളത്. പിന്നെ ഗോമതി ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യേണ്ടത്? പാവം തൻ്റെ കൊച്ച്, അവൾക്ക് എന്തെങ്കിലും ഇച്ചിരി മധുരമെങ്കിലും കൊടുക്കണ്ടേ. പെട്ടെന്ന് പോയി പായസം ഉണ്ടാക്കുവാണ്. അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്രയും ആരനും കൂടെ വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അടുക്കള തിരക്കിട്ട് പായസം ഉണ്ടാക്കുക. എന്താ മീന്ന് വിശേഷിച്ച്? ഒന്നുമില്ല, എനിക്ക് കുറച്ച് പായസം ഉണ്ടാക്കണം തോന്നിയെന്ന് പറഞ്ഞു. ആണോ? ആ സമയത്ത് മിത്ര ഒന്ന് ആലോചിച്ചു, ഇനിയിപ്പോൾ റിസൾട്ട് വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അമ്മേ അനുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നത് നിങ്ങളെങ്ങനെ അറിഞ്ഞേ? അത് പിന്നെ അനുവിനെ വഴിക്ക് വെച്ച് കണ്ടായിരുന്നു, അവള് പറഞ്ഞെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പം കോമതി വലിയ സന്തോഷമൊന്നും അഭിനയിച്ചില്ല. കോമതി പറഞ്ഞു, ആ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അവളിവിടെ നിൽക്കുമായിരുന്നെങ്കിൽ അവൾക്ക് തുടർന്ന് പഠിക്കായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഇത്രയ്ക്കും ആരിനും വിഷമമുണ്ടായിരുന്നു. ഇത്രയും നല്ല മാർക്ക് മേടിച്ചിട്ട് ഇനിയിപ്പോൾ അവളുടെ ജീവിതം എന്തായിരിക്കും? അവൾക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റില്ലായിരിക്കും. അവിടെയാണെങ്കിൽ അലോക് പഠിക്കാൻ വിട്ടെങ്കിലല്ലേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഗോമതി പായസമൊക്കെ ഉണ്ടാക്കി. പിന്നീട് ഇന്ദിരാമയെ വിളിക്കുകയാണ്. ഇന്ദിരാമ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പായസം കൊടുത്തു. അതെ, ഇന്നമ്മ കുറച്ച് പായസമാണ്. ഇന്നെന്താ വിശേഷിച്ച? അത് പിന്നെ മീനുവിൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. മീനുവിൻ്റെ പിറന്നാളോ? അതെ, മീനുവിൻ്റെ പിറന്നാളാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അനു ജയിച്ചതിൻ്റെ വകയായിട്ട് ഉണ്ടാക്കിയ പായസമാണെന്ന് പറയാൻ പറ്റില്ലോ. പിന്നെ അമ്മേ ഒരു കാര്യമുണ്ട്. എന്താ മോളെ? അത് പിന്നെ അവൾക്ക് കൊടുക്കണ്ട കേട്ടോ അനുവിന്. ഇന്ദിരാമ പറഞ്ഞു, ശരി ശരി ആയിക്കോട്ടെ. കൊടുക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ദിരാമയ്ക്ക് കാര്യം മനസ്സിലായി. അതിനർത്ഥം കൊടുക്കണമെന്നാണ്. തൻ്റെ മകളല്ലേ, അവൾ എന്താ ഉദ്ദേശിക്കുന്നുള്ള കാര്യം ഇന്ദിരാമയ്ക്ക് മനസ്സിലാതിരിക്കുക. ഇന്ദിരാമ പറഞ്ഞു, എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന്. അനുവിന് ഞാൻ പായസം കൊടുക്കണം അതല്ലേ അമ്മേ? അവൾക്ക് കൊടുക്കണ്ടെന്നാ പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് ഇന്ദിരാമ ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് അങ്ങോട്ട് കയറിപ്പോയി. കോമതിക്ക് സന്തോഷമായി. തൻ്റെ മോൾക്ക് ഇച്ചിരി മധുരമെങ്കിലും കൊടുക്കണ്ടേ. അവൾ ഇത്ര മാർക്ക് മേടിച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് അലോകും അനുശ്രീയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമയൊക്കെ ഇറങ്ങി ചെന്നിട്ട് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിച്ചു. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അനുവിനാണ് ക്ഷേത്രത്തിൽ പോയി ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണമംഗലംകാർക്കിട്ട് പണി കൊടുക്കാൻ പറ്റണം, അലോകിനിട്ട് പ്രതികാരം ചെയ്യണം. അതോടൊപ്പം തന്നെ തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാൻ പറ്റണം എന്നൊക്കെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അനുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദിരാമ്മ പായസമൊക്കെ എടുത്തു കൊടുക്കുവാണ്.
ഇതെന്താ മുത്തശ്ശി പായസം എന്ന് ചോദിച്ചു. അത് പിന്നെ മോൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും ദിവസമല്ലേ, അതുകൊണ്ട് പായസം എന്ന് പറഞ്ഞു. പായസം കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനുവിന് തോന്നി തൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള പായസം. പെട്ടെന്ന് അനു ഒരു നിമിഷം നെറ്റി ചുളിക്കിച്ച് ഇന്ദിരാമ്മേനെ നോക്കി. ഇന്ദിരാമ്മ പറഞ്ഞു അതെ കോമതി ഉണ്ടാക്കിക്കൊണ്ട് തന്നാന്ന് പറഞ്ഞു. അനുവിന് ഭയങ്കര സന്തോഷമായി. അനു സന്തോഷത്തോടു കൂടി അത് കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.